can I make you believe how happy I am when you're with me? I cross my heart, I'm telling the truth. A promise is a promise, so I promise you I'll never let go of your hand. I'll always be faithful, I know I can. I'll never stop caring, I'll always be true. I'll forever love you. You make all my fears disappear. I'm braver than I could imagine. You give me courage when all hope is gone. When I'm feeling lost, your love keeps me strong. I'll never let go of your hand. I'll always be faithful, I know I can. I'll never stop caring, I'll always be true. I'll forever love you. Never and forever. We finally know what that means. I'll never let go of your hand. I'll always be faithful, I know I can. I'll never stop caring, I'll always be true. I'll forever love you. I'll forever love you. Father, I said till death do us part. I want to mean it with all of my heart. Help me to love you more than I love her. Then I know I can love her more than anyone else. And bring her in your presence today. Make her what you want her to be. കൈകൂപ്പി നേർന്നു ഞാൻ പെറ്റു വളർത്തൊരു കന്നി മകനെ ഞാൻ നിന്നെ. സ്വർഗസ്നായകളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമല സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്ത്രീ കർത്താവങ്ങളുടെ സ്ത്രീകളെ അനുഗ്രഹിക്കലാകുന്നു. അവരുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടുന്നതാകുന്നു.
എത്രയും തേടുള്ള മാതാവേ, ഇതിന്റെ സന്നിധിയോട് സഹായം തേടി നിന്റെ മാസമീശ്വരനെ മനസ്സിലാക്കി കന്യകളുടെ ആജ്ഞയുള്ള മാതാവേ, ചിത്രമായ ഞാൻ നിൽക്കുന്നു. അതിന്റെ മാതാവേ, എന്നെ സൂക്ഷിക്കാനുള്ള മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 28 മുതൽ 32 വാക്യങ്ങൾ. 2 പുത്രന്മാരുടെ ഉപമ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, മകനെ, നീ പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. ഞാൻ പോകാമെന്ന് അവൻ പറഞ്ഞു. എങ്കിലും പോയില്ല. അവൻ രണ്ടാമൻ്റെ അടുത്ത് ചെന്ന് ഇത് തന്നെ പറഞ്ഞു. അവനാകട്ടെ, എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി. ഈ 2 പേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത്? അവൻ പറഞ്ഞു, രണ്ടാമൻ. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുദപിച്ചില്ല. എന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്നു. ആരാധന എന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്നു. ആർദ്രതയോടെന്നും കാക്കും നിൻ പുകൾ പാടുവതോ പുണ്യം ധന്യമീ ജീവിതം. ആർദ്രതയോടെന്നും കാക്കും നിൻ പുകൾ പാടുവതോ പുണ്യം ധന്യമീ ജീവിതം. ആത്മനാഥാ നിനക്കാരാധന, ആത്മജരേകിടും ആരാധന. ആത്മനാഥാ നിനക്കാരാധന, ആത്മജരേകിടും ആരാധന. നിന്നാമമോർക്കെ നിറപുഞ്ചിരിയോടെ മുന്നിലെത്തും. നീറും നേരം നിന്നാമമോർക്കെ നിറപുഞ്ചിരിയോടെ മുന്നിലെത്തും. നിറഞ്ഞൊഴുകും കണ്ണീർ കണങ്ങളെല്ലാം, നിറഞ്ഞൊഴുകും കണ്ണീർ കണങ്ങളെല്ലാം നറുമുത്തായി മാറും നിൻ സാന്ത്വനത്താൽ. നാഥാ നിൻ കൈയിലെ ശാശ്വതാനന്ദം നിർലോഭമൊഴുക്കവേ ധന്യർ ഞങ്ങൾ. ആത്മനാഥാ നിനക്കാരാധന, ആത്മജരേകിടും ആരാധന. ആത്മനാഥാ നിനക്കാരാധന, ആത്മജരേകിടും ആരാധന.
ഭൂമിയിലെന്നും നിൻ സ്തുതി പാടുമ്പോൾ ആത്മാവിലണയുന്നു പുതുനാളമായി. ഓർമ്മയിലെന്നും നിൻ സ്തുതി പാടുമ്പോൾ ആത്മാവിലണയുന്നു പുതുനാളമായി. മനസ്സിനുള്ളിൽ നിറയും വരങ്ങളെല്ലാം, മനസ്സിനുള്ളിൽ നിറയും വരങ്ങളെല്ലാം സമ്മാനമായേകി തൃക്കൈകൾ. എന്ന കൂദാശയിൽ ബന്ധിതരായ സഭയിൽ പുതിയ ഒരു കുടുംബമാകാൻ പോകുന്ന നോബിക്കും ടിനുവിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇവരുടെ ജീവിതത്തിൽ. നോബിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ മാമോദീസ സ്വീകരിച്ച് ദൈവിക ജീവനിൽ പങ്കുപറ്റിയതും ജനുവരി മാസം 8-ാം തീയതിയാണ്. അതേ ജനുവരി 8-ൽ തന്നെ വിവാഹമെന്ന കൂദാശയിലൂടെ സഭയിൽ പുതിയ ഒരു കുടുംബം രൂപപ്പെടുത്തുന്നതിന് ദൈവം ഇവരെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ കൂദാശ ഭക്തിയോടെ നടത്തുന്നതിന് വേണ്ടി നമുക്ക് ഇവരോടൊപ്പം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പനവോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലിയർപ്പിക്കാം. ചിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഭൂമിയിൽ സ്നേഹമൊടിയാകും തിരുമുമ്പാകെയടച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും ഭക്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്ന് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും
അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹതാബന്ധിതനായ ഹൃദയത്തെ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയമായ വരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടുകൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ പുത്രി ശ്രദ്ധിച്ച് കേൾക്കുക, നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകനവളവാടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മടവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രി ആന്തരികമാകുന്നു, അവളുടെ മേലങ്കി പൊന്നുപതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുതിരവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സിഹിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവം ഞങ്ങൾ നൽകിയിരുന്നാൽ ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളുമായി നന്മ മുടിയുടെ സഭയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെ നാഥൻ സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ നടക്കുകയില്ല എന്നവരുടെ ജനമിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധ അമർത്തിയ കർത്താവേ, എപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും ഞങ്ങൾ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവനായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരി ലേഖനം 5-ാം അധ്യായം 20-30 വാക്യങ്ങൾ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. മിശിഹായോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ.
ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ മിശിഹ തന്റെ ശരീരമായി സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. മിശിഹ തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ മിശിഹായ്ക്ക് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, മിശിഹ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണിയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. മിശിഹ സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് വലിയൊരു രഹസ്യമാണ്. സഭയോടും മിശിഹായോടും ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഇത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. സമാധാനം നിങ്ങളോടുകൂടെ. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവനോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവരെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറി ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണ് എന്ന് അവർ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തന്നെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ മിശിഹായിൽ അത്രയും വലിയ ബഹുമാനപ്പെട്ട ദമ്പതിമാരായ നോബി, ടിനു, നോബിയുടെ മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, ടിനുവിൻ്റെ മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, പ്രിയപ്പെട്ട അളപ്പാൻ കിളച്ച, വിചാരിച്ച പശ്ചാത്തലം വിളിച്ച പ്രിയ സഹോദരന്മാരെ, ബന്ധുമിത്രാദികളെ, ആദ്യമായിട്ട് തന്നെ കർത്താവിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് ആശംസിക്കുന്നു. കർത്താവിൽ ഒന്നായി കർത്താവിനോട് തമ്പുരാനോട് ചേർന്ന് ഇന്ന് വിവാഹിതരാകുന്ന നോബിയും ടിനുവും തമ്പുരാൻ്റെ എല്ലാ അനുഗ്രഹാശസ്സുകളും മംഗളങ്ങളും ആരോഗ്യവും ദീർഘായുസ്സും നിങ്ങൾക്ക് നേരുന്നു.
നിങ്ങളുടെ ജീവിതത്തിൽ എന്നതുപോലെ എല്ലാവരുടെയും ജീവിതത്തിലെ സുന്ദരമായ ഒരു ദിനമാണ് ഇന്ന്. ജനുവരി മാസം 8-ാം തീയതി 2018. ഇന്നത്തെ ദിവസത്തിന് അതിൻ്റേതായ പ്രത്യേകതകൾ ധാരാളമുണ്ടെങ്കിലും ഇന്ന് നിങ്ങളെ സംബന്ധിച്ച്, നോബിയെ സംബന്ധിച്ചും ട്വിനിനെ സംബന്ധിച്ചും മറക്കാനാകാത്ത സുന്ദരമായ ഈശോട് കൂടിയ ഒരു ദിനമാണ് ഇന്ന്. നിങ്ങൾ ഒറ്റയ്ക്കല്ല സന്തോഷിക്കുന്നത്, പ്രത്യേക കർത്താവിൽ ആനന്ദം കൊള്ളുന്ന ഒരു നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു നിമിഷം നമ്മുടെ പൂർവികരെയെല്ലാം നമുക്ക് ഓർക്കാം. മരണപ്പെട്ട നമ്മുടെ പൂർവികരെ ഓർക്കുക. തലമുറകളായി നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സൗഭാഗ്യത്തിൻ്റെ നേർപതിപ്പാണ് പകൽ വെളിച്ചം പോലെ ഇന്ന് ഈ വാകത്താനം പള്ളിയിൽ അൾത്താരയ്ക്ക് മുമ്പ് നിങ്ങൾ ആയിരിക്കുന്നത്. നമ്മുടെ പൂർവികര് ജീവിച്ച ജീവിതത്തിൻ്റെ അവസാനത്തെ നേർക്കാഴ്ചയായിട്ട് മത്തായി ശ്രീയുടെ ഈ ദേവാലയത്തിൽ ഈശോയുടെ സാന്നിധ്യത്തിൽ നിങ്ങൾ ആയിരിക്കുന്നു. പുത്തൻ കുർബാന സമയത്ത് മെത്രാന്മാര് വൈദികർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. നിങ്ങളുടെ ആദ്യ കുർബാന പോലെ തന്നെ നിങ്ങളുടെ അവസാനത്തെ കുർബാനയും അങ്ങനെ തന്നെ അതേ ആവേശത്തിലും അതേ ഉത്സാഹത്തിലും അതേ ഹൃദയ നൈർമത്തിലും ആയിരിക്കണമേ എന്ന്. ഇന്ന് നിങ്ങൾ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ച് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ച് ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. നിങ്ങൾ ഒന്നാകുന്ന ഈ നിമിഷം അത് ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായിട്ട് കാണുവാനും നിങ്ങളുടെ ഈ സുന്ദരമായ നിമിഷത്തിൽ സാക്ഷികളാകുവാനും പങ്കുകൊള്ളുവാനുമായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഈ വർഷത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. 2018 ഒരു നല്ല വർഷമായിരിക്കുവാനും 2018 എല്ലാ ദിവസവും സുന്ദരവും മനോഹരവും ആയിരിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഈശോയോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. ഒരു നിരീശ്വരവാദിയുടെ കാഴ്ചപ്പാടിൽ ജീൻ പോൾ എന്ന് പറയും. അവൻ്റെ കാഴ്ചപ്പാടിൽ ഒരു മാസത്തെ മധുവിധ കാലം, പിന്നീടൊരു 2 വർഷക്കാലത്തെ ജിജ്ഞാസ, പിന്നീടൊരു 10-25 കൊല്ലത്തെ വാഗ്വാദം, പിന്നീട് ജീവിതാവസാനം വരെ നിരാശ. ഒരു നിരീശ്വരൻ്റെ കാഴ്ചപ്പാടിൽ അപ്രകാരമാണ്. കുറച്ച് നാളത്തെ മധുവിധു, പിന്നീട് ജിജ്ഞാസ, പിന്നീട് വാഗ്വാദം, പിന്നെ കെട്ടിപ്പോയില്ലേ, എങ്ങനെയെങ്കിലും പുറത്ത് പോട്ടെ എന്ന ഒരു ചിന്ത. ഇത് ഈ കാലഘട്ടങ്ങളിൽ കൂടുതലായിട്ട് ഏറി വരുന്നു. ചിന്തകള് അനാദിയിലെ ദൈവം എനിക്കായിട്ട് നൽകിയിരിക്കുന്ന ഇണയും തുണയുമാണ് പരസ്പരമെന്നുള്ള ആ ഒരു ചിന്ത. അത് അനിവാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ. ചുറ്റുപാടും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, ഒരുപാട് സംഭവങ്ങൾ നമ്മൾ നേർക്ക് നേരെ കാണുന്നുണ്ട്. അനുദിന ജീവിതത്തിൽ സ്ത്രീ സമത്വവും പുരുഷ മേൽക്കോയ്മയും ഒക്കെ കാണുമ്പോൾ അതിനെതിരെ നമ്മൾ പ്രതികരിക്കുന്നവരാണ്.
എനിക്കും ഒപ്പം വേണം സ്വാതന്ത്ര്യം. ഞാനും മറ്റൊന്നല്ല, ഞാനും കഷ്ടപ്പെടുന്നതാണ്, ജോലി നോക്കുന്നതാണ്, ഒരുപോലെ വേണം എല്ലാ സംഗതികളും എന്നൊക്കെ വാഗ്വാദങ്ങളുടെയും തർക്കത്തിൻ്റെയും ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒന്ന് ഓർത്തിരിക്കുക, ഇതിനെല്ലാത്തിനും കാരണക്കാരൻ എനിക്ക് ജന്മം നൽകിയ എൻ്റെ ദൈവമാണെന്നും ദൈവമാണ് എനിക്ക് ഈ നിമിഷം ആരോഗ്യം നൽകി ദീർഘായുസ് നൽകി എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചിരിക്കുന്നുള്ള ചിന്ത. പോക്കറ്റിൻ്റെ ബലവും വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റക്കുറച്ചിലും പരസ്പരം പടിഞ്ഞാടിക്കൊണ്ടുള്ള ജീവിതവുമല്ല കുടുംബ ജീവിതം. നമ്മൾക്കറിയാം, നല്ല കുടുംബ ബന്ധങ്ങൾ അതിൻ്റെ എണ്ണം നന്നേ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മാതാപിതാക്കന്മാര് ജീവിച്ചതുപോലെ പുറത്തും സഹിച്ചും ക്ഷമിച്ചും വിട്ടുവീഴ്ച ചെയ്തും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ച നമ്മുടെ കാരണവന്മാരുടെ കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ജീവിതം മുഴുവനും ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ഇന്ന് ഞാൻ ആരാണെങ്കിലും നാളെ ഞാൻ ആരായിരിക്കണമെന്ന് ചിന്തിക്കുന്നതും ജീവിപ്പിക്കുന്നതും ദൈവമാണ് എന്ന ഒരു ചിന്ത. എൻ്റെ ശരീരത്തിൻ്റെ വടിവ് കൊണ്ടോ എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ യോഗ്യത കൊണ്ടോ എൻ്റെ ഡിഗ്രികളുടെ ബലം കൊണ്ടോ എനിക്ക് നാളെ ഒന്നും നേടുവാനായിട്ടില്ല. ഇന്നലകളിൽ ഞാൻ ജീവിച്ചത് ദൈവ ആശ്രയ ബോധത്തിൽ. ഇന്ന് ഈ 2 കസേരകളിൽ നിങ്ങളെ കൊണ്ടിവിടെ ഈ അൾത്താരിന്റെ മുമ്പിൽ കൊണ്ട് ഇരുത്തിയിരിക്കുന്നതും നിങ്ങളെ സ്നേഹിച്ച ദൈവം. നാളെ ഓടി നടക്കുവാനും ഇപ്രകാരം നിങ്ങളുടെ മക്കളെ ഈ ഇതുപോലൊരു ദേവാലയത്തിന് മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് വിവാഹവേദിയിൽ അണിയിച്ചൊരുക്കിയിട്ട് നിങ്ങളുടെ പിമ്പിൽ അവരുടെ പിമ്പിൽ നിങ്ങൾക്കിരിക്കുവാനുള്ള ആരോഗ്യവും ദീർഘായുസ്സും നൽകേണ്ടത് നാം സ്നേഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, നീ ഒരു അനുഗ്രഹമാണ് എന്ന്. നീ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുക. നോബി സ്വയം അനുഗ്രഹമായി മാറുക. എന്നിട്ട് ടിനുവിന് അനുഗ്രഹമായി മാറിക്കൊടുക്കുക. ടിനുവും സ്വയം അനുഗ്രഹീതയാകുക. ടിനുവിന് അനുഗ്രഹമായി മാറുക. സ്വയം അനുഗ്രഹമാകുകയും അനുഗ്രഹിക്കപ്പെടുകയും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതം ധന്യമാകും, മനോഹരമായി തീരും. ആർഭാടങ്ങളും വേഷഭൂഷാദികളും എല്ലാം കടന്നു പോകും. ഇവിടെ കാണിക്കുന്ന ഈ സംഭവങ്ങൾ എല്ലാം വിട്ടുപോകും. എല്ലാ അച്ഛന്മാരും പോകും, ഞങ്ങളെല്ലാവരും മാറിപ്പോകും. പിന്നീടുള്ള ജീവിതം നിങ്ങൾ ഒറ്റയ്ക്ക് തീർക്കുക. സുഹൃത്ത് ബന്ധങ്ങളും നല്ല ബന്ധങ്ങളുമാണെങ്കിൽ എല്ലാവരും നിങ്ങളോട് ഒപ്പമുണ്ടായിരിക്കും. നിങ്ങൾ അടഞ്ഞാൽ നമുക്കറിയാം, പാപ്പാൻ ഇടഞ്ഞാൽ ആന വിരണ്ടും. ആന വിരണ്ടാൽ പാപ്പാനെ എടുത്ത് വലിച്ചെറിയും, മൊത്തം ഭീതി ഉളവാക്കും, സംഘർഷങ്ങൾ ഉളവാക്കും അതിന് ചുറ്റും. അപ്പോൾ നിങ്ങൾ ഇടയാതിരിക്കുക. നിങ്ങൾ പരസ്പരം സഹായകമായി മാറുക, അനുഗ്രഹമായി മാറുക, പരസ്പരം ഇടയാതിരിക്കുക. അനുദിന ജീവിതത്തിൽ ദിവസം ചൊല്ലുന്തോറും ഇടയുന്ന മണവാളനെയും ഇടയുന്ന മണവാട്ടിയുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടയുന്ന മണവാളനും മണവാട്ടിയും ഭാര്യയും ഭർത്താവിൻ്റെയും എണ്ണം കൂടിക്കൊണ്ടേ ഇരിക്കുന്നു. റേഷ്യോ വളരെയേറെ കൂടുതലാണ്. അപ്പോൾ ദൈവമാണ് ഞങ്ങളെ ഇന്ന് ഒന്നാക്കിയിരിക്കുന്ന ആ ഒരു ചിന്തയിൽ ജീവിക്കുവാനും, തോബിത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ഇന്ന് മുതൽ ടിനുവിന്റെ മാതാപിതാക്കന്മാരായി നോബിയുടെ മാതാപിതാക്കന്മാരും സഹോദരന്മാരായിട്ട് നോബിയുടെ ആൾക്കാരുമായിട്ട് കാണുക.
നോബി അതുപോലെ തന്നെ ടിനുവിനെയും സ്വന്തം ഭാര്യയായിട്ട് കാണുക. അവരുടെ മാതാപിതാക്കന്മാര് വളർത്തി വലുതാക്കി ഇന്ന് ഇവിടെ കൊണ്ട് ഏൽപ്പിക്കുമ്പോൾ ടിനുവിന്റെ മാതാപിതാക്കന്മാര് കരയിപ്പിക്കാതെ വളരെ സന്തോഷം കൊടുത്ത് വളർത്തിയതുപോലെ ഇവളെ കരയിപ്പിക്കാതെ സന്തോഷത്തോടുകൂടി വളർത്തുവാനുള്ള ചുമതല നിനക്കുണ്ട്. മോതിരം നൽകുന്നതും താലി കെട്ടുന്നതും പുടവ അണിയിക്കുന്നതും ഇവരുടെ എല്ലാ സംരക്ഷണ ചുമതലയും നോബി ഏറ്റെടുത്തുകൊള്ളാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ദൈവാനുഗ്രഹം സമർത്ഥമായി ഉണ്ടാകുവാനും അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ സമർത്ഥമായി ഉണ്ടാകുവാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് നിങ്ങൾ കാരണം ഒരു അസ്വസ്ഥത ഉണ്ടാകരുത്. മാതാപിതാക്കന്മാരെ കരയിപ്പിക്കുവാനായിട്ട് ഇടവരരുത്. നിങ്ങളുടെ മാതാപിതാക്കന്മാര് നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചതുപോലെ നിങ്ങളും പരസ്പരം ജീവന തുല്യമായി സ്നേഹിക്കുകയും ഒരിക്കൽ പോലും നിങ്ങൾ പരസ്പരം വേദന കൊടുക്കരുത്. ഈ നിമിഷം മുതൽ നിങ്ങൾ രണ്ടല്ല ഒറ്റ ശരീരമാണ് എന്ന് സാധാരണ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുകയില്ല. ദൈവിക ജ്ഞാനമുള്ളവന് മാത്രമേ എങ്ങനെയാണ് ഞങ്ങൾ ഒറ്റ ശരീരമായി തീരുന്നത് എന്ന് മനസ്സിലാക്കുകയുള്ളൂ. ശാരീരികമായി രണ്ടാണ്. ഒറ്റ ശരീരമായി തീരണമെങ്കിൽ അത് കൗതാശികപരമായി ചിന്തിക്കണം, ദൈവികപരമായിട്ട് ചിന്തിക്കണം. ഒരേ ആത്മാവോടും ഒരേ ബുദ്ധി വൈഭവത്തോടും കൂടി ജീവിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ സ്ത്രീകന്മാരുടെയും വിശിഷ്യ റോക്കി പുണ്യവാളന്റെയും മത്തായ ശ്രീകാരുടെയും അനുഗ്രഹാശിസുകൾ നിങ്ങളുടെ മേൽ സമൃദ്ധമായി എപ്പോഴും എല്ലായ്പ്പോഴും എവിടെ ആയിരിക്കുമ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്നും തിരുക്കുടുംബത്തിന്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് ആശംസിക്കുന്നു. നിങ്ങളിൽ നിന്നും നല്ലത് മാത്രം പറഞ്ഞു കേൾപ്പിക്കുവാൻ, നല്ലത് മാത്രം കേൾക്കുവാൻ ഭാവിയിൽ ഞങ്ങൾക്കെല്ലാവർക്കും ഇടവരട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എല്ലാവരുടെയും പേരിൽ മംഗള ആശംസ നിർത്തുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധുന്ന സന്തോഷത്തോടും പ്രതിഷ്ഠിക്കാൻ കുടുംബയെ വിജയം നയിക്കുവാനും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും നിറയ്ക്കണമേ. അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകൾ നിലവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിലൂടെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരെയും ഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും പുരുഷൻ ജീവിതസഹിത ദൈവമേ, അങ്ങയുടെ അടുത്ത പരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യവർത്തങ്ങൾ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യത പരിഗമനം ചെയ്യുവാൻ അങ്ങയുടെ ദാസ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും നോബി മിശിഹായുടെ നിയമവും തിരുസഭ നടപടി അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ടിനുവിനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? ടിനു മിശിഹായുടെ നിയമവും തിരുസഭ നടപടി അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി നോബിയെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഉടമ്പടി അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുക. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും നിങ്ങളുണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബജീവൻ നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്താൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും താലി വെഞ്ചരിപ്പ്. കുരിശുമരണം വഴി തിരുസഭയെ വധുവായ സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവന്മാരെ ബന്ധിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയും വരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും
നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായ കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തരുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. മോതിരം വെഞ്ചരിപ്പ്. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെ അടയാളമായി ഇവർ പരസ്പരണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആസ്വദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. മന്ത്രകോടി വെഞ്ചരിപ്പ്. കൃപാവർദ്ധന അനുസരണത്താൽ മനുഷ്യാത്മ അലങ്കരിക്കുന്ന കാരുണ്യവാന കർത്താവേ, ഈ മന്ത്രകോടിയെ ആസ്വദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ദമ്പതിമായി ഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയ സഭയെ മഹത്വ ദിവസം ധരിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന് വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. മംഗല്യ സൗഭാഗ്യമേക മണ്ണിനെ വിണ്ണോടു ചേർന്ന കല്യാണ രൂപനാഥൻ യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേക മണ്ണിനെ വിണ്ണോടു ചേർന്ന കല്യാണ രൂപനാഥൻ യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേക യോസേപ്പിതാവും കന്യാംബികയും. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാൽ ഓടുന്ന നിങ്ങളെ സമ്പന്നരാക്കണേ. തിരുസഭയുടെ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങൾ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷം സ്വീകരിക്കുന്നതിനും അവരെ ഈശ്വരമായി നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതയും ആരാധന സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ.
ഹൃദയങ്ങളൊന്നായി ക്ഷമിക്കാം, സ്നേഹത്തിൻ കൈകോർത്തു ചേരാം, യേശുവിൻ യാഗത്തെ ഓർക്കാം, ദിവ്യമീ കൂദാശയിൽ ഹൃദയങ്ങളൊന്നായി ക്ഷമിക്കാം, സ്നേഹത്തിൽ കൈകോർത്തു ചേരാം, യേശുവിൻ യാഗത്തെ ഓർക്കാം, ദിവ്യമീ കൂദാശയിൽ. ദിവ്യകാരുണ്യനാഥ എന്നിൽ വന്നിടുക നീ, ദിവ്യകാരുണ്യനാഥ യേശുവേ, നീ എന്നുള്ളിൽ കാണുന്നു, നീ എന്നുള്ളിൽ വാഴുന്നു, എന്നീ ഉള്ളും കയ്യിൽ പാലിച്ചിടുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിൻ്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, ഈ ദമ്പതികളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധന്യാവത്തിൻ്റെയും തിരുവനന്തപുരത്തിൻ്റെയും നായകനായ മാറിയോസെഫിൻ്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥനയെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ ദിവ്യകൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയമായ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ബറുമാരിയം ബറുമാരിയം ബറുല എൽദേസുമാരിയം ബറുമാരിയം ബറുമാരിയം ബറുഹാല ഇൽദേസ്മാരിയം ഭാവികൗക്വേ ബറുമാരിയം അല്ലിവിയോസ ബറുമാരിയം
They were just northern stars pointing me on my way into your loving arms. This much I know is true, that God bless the broken road and led me straight to you. Think about the years I spent just passing through. I'd like to take the time I lost and give it back to you, but you just smiled and
this grander plan that is coming true, and every long lost dream led me to where you are. Others who broke my heart, they were just northern stars pointing me on my way into your loving arms. This much I know it's true, that God bless the broken road and led me straight to you. Oh, straight to you. Yeah. Hey, yeah. Now I'm just rolling home into your loving arms. This much I know it's true, that God bless the broken road and led me straight to you. Yes, God bless the broken road and led me straight to you. Oh, straight to you. வாவா நட்சத்திரமே, அந்த பூவானம் உனக்குதானே. മിന്ന മിന്നിക്കും കാലം വന്നാൽ ആ നീലാകാശത്തെ മായാ നക്ഷത്ര കാവിൽ മിന്നാമെടാ. മച്ചാനെ തപ്പടിക്കട തകിലടിക്കട നീ അടി റസാത്തി ആസപ്പെട്ടൊരു യോഗമെത്തിയടേ. നാടൻ പാട്ട് പങ്കുതി കൊണ്ടാകമാണിന്നടാ. മച്ചാനെ തപ്പടിക്കട തകിലടിക്കട നീ അടി റസാത്തി ആസപ്പെട്ടൊരു യോഗമെത്തിയടേ. ഇതിന്റെ പരിപാടി ഒന്നും കഴിയില്ല ഈ സാധനം ഈ പൊട്ടിക്കാൻ
മോഹിപ്പിക്കും പെണ്ണാണേ മണിമാനത്താരം പെണ്ണിൻ മെയ്യിൽ നിന്നാണേ താരം മഞ്ഞിനെ കണ്ടാലമ്പം മില്ലും വച്ചേനെ അതിനോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനെ നെഞ്ചോളം ചുട്ടോളം ശീലേ കണ്ടാലും കൂടുമ്പം കൊണ്ടാടട്ടെ കൊണ്ടാട്ടേ നല്ല തക്കാറേ കരവേ കൊണ്ടൽ മുട്ടിച്ചുണ്ടേ കാത്തിരിക്കും നേരം വന്നിച്ചില്ല नमस्ते सलामा आ गए फिर से करने हंगामा बोली लम्हों को कर दे गुलाबी चश्मे झुकने न देंगे शराबी अपना फेमस है याद आना अपने संग को भी आ जाना छोड़े दुनिया से शर्माना जोरों जोरों से तू चिल्लाना Everything's gonna be cool. Everything's gonna be cool.
I will be here. You can cry on my shoulder when the mirror tells us we're older. I will hold you, and I will be here to watch you grow in beauty and tell you all the things you are to me. I will be here. I will be here. I will be here when the laughter turns to crying, through the winning, losing, and trying. We'll be together, 'cause I will be here. I will be here. At the end of a long day, I can't close my eyes. Watching you as the sun sets, as it slowly waves goodbye. It's times like these I thank the Lord for the life that we share. And every day I spend with you is another answered prayer. Answered prayer. When your heart touches mine, we found a love only few ever find. Answered prayer. Oh, now that you're here, our love grows richer year after year. And if life should end tomorrow, I'd leave a millionaire. 'Cause in my heart I take with me a life of answered prayer. You have shown me the power of what love can do. I see glimpses of hell with your simple I love you. And every time I think of you, it almost seems unfair for a man like me to have so many answered prayers. Answered prayer. When your heart touches mine, we found a love only few ever find. answered prayer. Now that you're here, our love grows richer year after year. If life should end tomorrow, I'd leave a millionaire. 'Cause in my heart I take with me a life of answered prayer.
Not sure if you know this, but when we first met, I got so nervous I couldn't speak. In that very moment I found the one, and my life had found its missing piece. So as long as I live, I love you, will have and hold you. You look so beautiful in white, and from now to my very last breath, this day I'll cherish. You look so beautiful in white tonight. What we have is timeless, my love is endless, and with this ring I say to the world, you're my every reason, you're all that I believe in. With all my heart I mean every word. So as long as I live, I love you, will have and hold you. You look so beautiful in white, and from now to my very last breath, this day I'll cherish. You look so beautiful in white tonight. Ooh, you look so beautiful in white. She has your eyes, finds love like you and I did. Yeah, but when she falls in love, we'll let her go. And I walk her down the aisle. She looks so beautiful in white. You look so beautiful in white. So as long as I live, I love you, will have and hold you. You look so beautiful in white, and from now to my very last breath, this day I'll cherish. You look so beautiful in white tonight. You look so beautiful in white tonight. Another day without your smile, another day just passes by, but now I know. ീശനായ
കർപ്പൂര പൊങ്കലകമേ വളർത്തൊരു കന്നീമകളെ ഞാൻ നിന്നെ തുടയും മുഖവും മണിമാറും ലോകത്താലെ വാരിസുണ്ട് എന്റെ മകളെ വരുമേ ജീവിതത്തോടും നിർമ്മാണ സ്വഭാവരുന്നു ായവരെല്ലാരും കൂടിയിട്ട് നന്മ വരുത്തി തരണം ആരാധനായനുമന്നൻ ശിവായും കൂടെ കുറയ്ക്കാതിവർക്ക് സ്ത്രീകർത്താവുകളുടെ സ്ത്രീകളെ നൽകിയിട്ടുണ്ടാകും മായ മാതാവേ സംഗീതത്തിലൂടെ അവിടുന്ന് നിന്നെ വേടന്റെ കിണിയിൽ നിന്ന് മാറുവാൻ മഹാമാരി രക്ഷിക്കും. തന്റെ തൊഴിൽ കൊണ്ട് അവിടുന്ന് നിന്നെ മറിച്ചുകൊള്ളും. അവിടെ ചിലരുടെ കിടി നിനക്ക് പീഡിപ്പിക്കും. അവിടുത്തെ വിശ്വസം നിനക്ക് കൗതുകം പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പ്രകാശത്തെ നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നശിക്കുന്ന നാശത്തെ നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ ആരെങ്കിലും മരിച്ചു വീണേക്കാം. നിന്റെ വലതുവശത്ത് 10,000 എങ്കിലും നിനക്ക് ഒരർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടയുടെ പ്രതിഫലം നിന്റെ കണ്ണുകൊണ്ട് നിന്നെ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു അദ്ദേഹം വാസം ഉറപ്പിച്ചു. നിനക്ക് തിന്മയും ഭവിക്കുകയില്ല. ഒരർത്ഥവും നിന്റെ വിളാത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുത്തെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ല് തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വലിച്ചുകൊള്ളും. സിംഹത്തിന്റെ അള്ളിയുടെയും എന്നെ ചവിട്ടി നടക്കും. സർപ്പത്തിനെ ചവിട്ടി മരിക്കും. അവൻ സ്നേഹത്തോട് നിൽക്കുന്നതിനാൽ ഞാൻ എന്നെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വരളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ്നാളിൽ ഞാൻ അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. Another day without your smile. Another day just passes by. But now I know how much it means for you to stay right here with me. The time we spend apart will make our love grow stronger. But it hurts so bad I can't take it any longer. I wanna grow old with you. I wanna die lying in your arms. I wanna grow old with you. I wanna be looking in your eyes. I wanna be there for you, sharing in everything you do. I wanna grow old with you. A 1,000 miles between us now. It causes me to wonder how our love tonight remains so strong. It makes our wrists right all along. The time we spend apart will make our love grow stronger. But it hurts so bad I
can't take it any longer. I wanna go home with you. I wanna die lying in your arms. I wanna go home with you. I wanna be looking